ലോകത്തുള്ള ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് വി സച്ചിദാനന്ദൻ. ആ നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ ഇത്രയും നല്ല വിജയം കിട്ടിയ ഞാൻ വന്ന് കാണുക മര്യാദയാണ്. ആ മര്യാദയാണ് ഇപ്പോൾ ഉണ്ടായത്. ഒന്ന്. രണ്ട്, പിന്നെ എനിക്കൊരു ആശങ്കയുണ്ടായി. ഈ പ്രായക്കൂടുതലുകൊണ്ട് മുഖ്യമന്ത്രിയാൻ പുള്ളിക്ക് ആരോഗ്യമില്ലാന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞ് പുള്ളിക്ക് ആരോഗ്യം വല്ലതും കുറഞ്ഞൊന്നും നോക്കാം എന്ന് വിചാരിച്ചാൽ വന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്കിടപ്പ് ചിരി വന്നു. പുള്ളി എന്നേക്കെ ആരോഗ്യമാണ് ഇപ്പോൾ. അപ്പൊ ഒരു സ്റ്റേറ്റിനല്ല, രണ്ട് സ്റ്റേറ്റ് മുഖ്യമന്ത്രിയുള്ള ആരോഗ്യം VS ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പ്രശ്നമെല്ലാം തീർന്നു. സന്തോഷമായിട്ട് ഞാൻ പോവാണ്. വേറെ ഒന്നുമില്ല കാര്യം. ചോദിക്കാതെ തന്നെ അറിയാം. പുള്ളി 16 കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെ കൈയൊക്കെ അടിച്ച് സുഖമായി കാലടിച്ചിരിക്കുക. ഇത്രയും സുസ്മേര മകനായി VSനെ ഈ അടുത്ത കാലത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. അത്ര ആരോഗ്യവാനാണ്. അപ്പൊ അദ്ദേഹത്തിന് ആരോഗ്യം കുറവാണെന്ന് അദ്ദേഹം അപമാനിക്കരുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ പൂഞ്ഞാറിൽ വിജയിച്ചു വന്നതിനെ കുറിച്ച് VS എന്തായാലും പറഞ്ഞോ? VSന് അറിയാതെ ജയിച്ചെന്ന് ഞാൻ പറയണം. അല്ല, അത് വിജയിച്ചതിന്റെ ഒരു അഭിനന്ദനങ്ങളൊന്നും. അഭിനന്ദനം. അത് കാരണം അത്രയൊക്കെ പറയുള്ളൂ. യെച്ചൂരിക്ക് മനസ്സിലാകാത്ത ബംഗാളിൽ അടി കിട്ടുകയപ്പോൾ യെച്ചൂരി ഒന്ന് ഡൗൺ ആയിപ്പോയി. ബംഗാളിൽ അടിയാണ്, അതുകൊണ്ട് യെച്ചൂരി ഡൗൺ ആയി. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് VSന്റെ പേര് യെച്ചൂരി പറഞ്ഞ് ആക്കിയനെ. യെച്ചൂരിക്ക് പിന്തുണ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അദ്ദേഹം നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചത്. മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ടോ? ആരാ മുഖ്യമന്ത്രി? ഞാൻ അറിഞ്ഞില്ല. ആരാ? പിണറായി വിജയനെ കാണാൻ പോകും. എന്റെ അടുത്ത് പറഞ്ഞില്ലോ, ഞാൻ അറിഞ്ഞില്ല. രാഷ്ട്രീയം വല്ലതും VSുമായിട്ട് സംസാരിച്ചു? ഇല്ല, അങ്ങനെ ഞാൻ കാരണവരൊന്ന് കാണാൻ വന്നു. നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, സംസാരിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കില്ല. അപ്പോൾ അത് ചോദ്യം വേണ്ട. ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ സംസാരിച്ചു. അദ്ദേഹമായിട്ട് ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല, ഒരു 96 മുതൽ വളരെ അടുത്ത ബന്ധമായിരിക്കും. ആ ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. ഈ നിമിഷം വരെ അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിന് ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല. എന്നെ 100% വിശ്വസിക്കുന്നതോടെ ഞാൻ എൻ്റെ ഒരു കാരണം വരെ അദ്ദേഹത്തെ അന്ന് മുതൽ കാണുന്നുണ്ട്. ഇപ്പോഴും ആ സ്നേഹത്തിൽ തന്നെയാണ്. ഈ സ്വതന്ത്ര MLA എന്ന നിലയിൽ ആണ്. സ്വതന്ത്രമല്ല, മേലിൽ നിങ്ങൾ പത്രക്കാരെ പറയാം. ജനപക്ഷം എന്ന് പറയുന്നത് സ്വതന്ത്രം എന്ന് പറഞ്ഞേക്കരുത്. കാരണം ഞാൻ ജനപക്ഷം മുന്നണിയിലുമില്ലാത്ത ഒരു രണ്ട് മുന്നണിയിലെ നിങ്ങൾ മഹാമോശമാണല്ലോ. അങ്ങനെ പറയാം. അതല്ലേ എനിക്ക് ശരി. ഈ പിണറായിയായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ആരോടും പ്രത്യേക പിണക്കോ പ്രത്യേക സ്നേഹവും ഇല്ല. എല്ലാവരോടും എനിക്ക് മനസ്സിൽ സ്നേഹവും ബഹുമാനമാണ് ഉള്ളത്. എന്നോട് പെരുമാറുന്ന പോലെ ഞാനും പെരുമാറുന്നല്ലാതെ വേറെ വ്യത്യാസമില്ല. എന്നെ സ്നേഹിച്ച് ഞാനും സ്നേഹിക്കും, എന്നോട് പിണങ്ങി ഞാനും പിണങ്ങും. അല്ലാതെ എനിക്ക് കാലപ്പിടുത്ത സ്വഭാവം അറിയത്തില്ല. ഒരു മുന്നണി പോകുന്ന പ്രശ്നമില്ല. ജനപക്ഷ മുന്നണി ഉണ്ടാവും. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഉൾപ്പെടെ ജനപക്ഷത്തിരിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ നീക്കം നടത്തും. ഒരു മുന്നണി, ഈ 3 മുന്നണിയായിട്ട് ബന്ധമില്ലാത്ത ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അത് വലിയ വിജയമായി തീരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജനപക്ഷ മുന്നണി സഭയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുണ്ടായി. അത് നിയമസഭയിൽ കാണാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജനപക്ഷം എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 മുന്നണിയുള്ളൂ. 2 മുന്നണി എന്ന് പറയുമ്പോൾ LDF UDF. ഇത് LDF UDF കച്ചവടമാണ്. ഒരു ഉദാഹരണം, ഇപ്പം കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് മുഖ്യമന്ത്രിയായിട്ട് VS അച്യുതാനന്ദനാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? VS അച്യുതാനന്ദൻ വോട്ട് ചെയ്തു. പക്ഷേ MLA ഇപ്പം തീരുമാനം പാർട്ടി തീരുമാനിക്കും മുഖ്യമന്ത്രി ആരാണെന്ന്, മന്ത്രി ആരാണെന്ന് പാർട്ടി തീരുമാനിക്കും. അതിന്റെ മര്യാദ എന്താ? അല്ലെങ്കിൽ ഞങ്ങളോട് പറയണം ഇന്ന ആളുകളെ മന്ത്രിയാക്കാൻ പോവുകയാണെന്ന്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എല്ലാ കാര്യം പറയും. ജയിച്ചു വന്നു കഴിയുമ്പം പാർട്ടി തീരുമാനിക്കും. അതാണ് പാർട്ടി ഫാസിസം. ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ. ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ചു, സന്തോഷം, കട്ടു, മോട്ടിച്ചു, അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ അത് പരാതിയില്ല, കോടിയേരി ബാലകൃഷ്ണൻ പരാതിയില്ല. ഇനി 5 കൊല്ലം പിണറായിക്കും കോടിയേരിയും കക്കാം, ഉമ്മൻചാണ്ടിക്ക് പരാതിയില്ല. ഇത് ശരിയല്ല. ഇതാരും കക്കുന്നത് ശരിയല്ലെന്ന് പറയുന്ന ആളെ എൻ്റെ കുഴപ്പം. അതുകൊണ്ട് ആര് കട്ടാലും സമ്മതിക്കുകയാണ്. ഈ പെണ്ണുങ്ങളോടൊക്കെ മാന്യമായിട്ട് പെരുമാറണം. സ്ത്രീ, നിങ്ങൾക്കറിയാമോ, പൂഞ്ഞാറ് നിയമത്തിലേക്ക് കിട്ടിയ വോട്ട് 60% വനിതകളാണ്. എന്താ കാര്യം? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടം അവർക്ക് ബോധ്യമുണ്ട്. മനസ്സിലായോ? അതുപോലെ ഈ കേരളത്തിൽ ഈ 2 മുന്നണിയും കൂടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടും മുട്ടിച്ചും ജീവിക്കുകയാണ്. വിപ്പന, ഈ വാക്ക് പറയുക, വിപ്പനയാണ്. അത് മൂന്നാമതൊരു കക്ഷി വരുന്നത് NDA.
അവർ വന്നാലോ ഇപ്പൊ രണ്ടുപേര് വീതിച്ചെടുത്തോടെ മൂന്നായിട്ട് വീതിക്കേണ്ടി വരും. അതുകൊണ്ട് അവരെ അടുപ്പിക്കരുത്. രണ്ടും കൂടി ഇവരെ തട്ടുക. എൽ ഡി എഫും യു ഡി എഫും കൂടി എൻ ഡി എ തട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ വീതം കൊടുക്കേണ്ടി വരും. മൂന്നായിട്ട് വീതിക്കണ്ടേ. 100 രൂപ രണ്ടായിട്ട് വീതിച്ചാൽ 50 വെച്ചാൽ 100 രൂപ മൂന്നായിട്ട് വീതിച്ചാൽ 33 രൂപ വെച്ചാൽ കയറിക്കും. 17 രൂപ കുറവ് വരും. അതുകൊണ്ട് രണ്ടും കൂടെ കൂടിക്കൊണ്ട് യു ഡി എഫ് എൽ ഡി എഫും കൂടെ കൂടിക്കൊണ്ട് എൻ ഡി എ അടുപ്പിക്കാനാണ്. അവരെ ഹിന്ദു ഫാസിസ്റ്റുകളാണെന്ന് പറയും. എളുപ്പമായില്ലേ? അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വസിച്ച് ചേരാൻ കഴിയുന്ന ജനപക്ഷം എന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുകയാണ്. വളരെ ശക്തിമത്തായി മുന്നോട്ട് പോകും. അനേകായിരം ആളുകളുടെ കത്തുകൾ കിട്ടിയിട്ടുണ്ട്, ഫോൺ കോൾ കിട്ടിയിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ നേതാക്കന്മാരുടെയൊക്കെ അഭ്യർത്ഥന ഇത് സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോവാണ്. അരുവിക്കരയൊക്കെ മറന്നുപോയ സംഭവമാണ്. അത് ഇനി പറഞ്ഞ് ഓർപ്പിച്ച് ബുദ്ധിമുട്ടിലുണ്ടാക്കണം. അതല്ല, പോരാട്ടം തുടരുമെന്നാണ് VS പറഞ്ഞത്. പോരാട്ടം തുടരുമെന്നാണ് വിവിധ വിഷയങ്ങളിൽ പോരാട്ടം തുടരുമെന്ന് VS പറഞ്ഞു. നേരത്തെ അദ്ദേഹത്തിന്റെ പല പോരാട്ടത്തിനൊപ്പം താങ്കൾ ഉണ്ടായിരുന്നു. ഇനിയും കാണും. VS മുന്നോട്ട് വെക്കുന്ന ഏത് പോരാട്ടത്തിനും പാവം PCR-ന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവും. ഈ ചീഫ് പദവി അധികപ്പറ്റാന്ന് പറഞ്ഞ LDF ഇത്തവണ പാർലമെന്റുകാർ മന്ത്രി കൊടുത്താൽ മതി. അല്ല, പാവം ആ മണിയാസാന്റെ ഒരു കഷ്ടകാലം. പാവം ഒരു നല്ല മനുഷ്യനാണ്. അത്ര ബുദ്ധിമുട്ട് പിടിച്ച പണി